PMC എന്ന് പറയുന്നത് സത്യത്തില് മന്ത്രിസഭ അറിയാതെ, LDF അറിയാതെ, പാർട്ടി അറിയാതെ ഇതുപോലെ ഒരു തീരുമാനം വളഞ്ഞ വഴിയിലൂടെ എടുക്കാനുള്ള സമ്മർദ്ദം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കേരളത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം അതാണെന്നാണ് എന്റെ വിശ്വാസം. ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ല, ഒരു ഡൽഹി യാത്ര എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് അവരുടെ വർഗീയ നയങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇപ്പൊ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി പോലും സമ്മർദ്ദത്തിലാവുന്ന ഒരു കാര്യമായിട്ട് കാണുകയാണ് മാധ്യമങ്ങൾ കാണുമ്പോൾ. അപ്പൊ അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമല്ലോ. രാജസ്ഥാനിലെ സൈൻ ചെയ്തതും ഹിമാചലിലെ സൈൻ ചെയ്തതും തെലങ്കാന സൈൻ ചെയ്തതും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. രാജസ്ഥാനിൽ സർക്കാർ പോകുന്ന അവസാനത്തെ ദിവസങ്ങളിലാണ് അത് സൈൻ ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് BJP സർക്കാർ. ഹിമാചലിൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടില്ല, അവർ വരുന്നപ്പോൾ ചെയ്തതാണ്. തെലങ്കാനയിലും അതുപോലെ കർണാടകത്തിലും. ഹിമാചലിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ PM സ്കീം രാജീവ് ഗാന്ധിയുടെ പേരിലാണ് നടക്കുന്നത്. അതിനല്ലല്ലോ മറുപടി പറയേണ്ടത്. CPM പാർട്ടിയുടെ നയം വെള്ളം ചേർക്കാൻ എന്താ കാരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. CPM പാർട്ടി അവരുടെ പാർട്ടി കോൺഗ്രസ് നടപ്പിലാക്കിയതാണോ? അവരുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഇത് പ്രഖ്യാപനം ഉണ്ടായതാണോ? അവർ ഇത്രനാൾ ഒപ്പിടാതിരുന്നതാണോ? ക്യാബിനറ്റിൽ ഇതിന് എതിർപ്പുണ്ടായതാണോ? ഇത് മറികടക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതുപോലെ അവിടെ ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവല്ലല്ലോ അവർ പറയേണ്ടത്. അവരുടെ നയം മാറ്റത്തിന് അടിസ്ഥാനപരമായിട്ട് എന്താണ് കാരണം ഇത് പറയണം എന്ന് മാത്രം എനിക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അനുനയമാണോ? ആരാ അനുനയപ്പെടുക എന്നുള്ളതാണ് കേരളം ഉറ്റു നോക്കുന്നത്. മുഖ്യമന്ത്രി അനുനയപ്പെടണമെങ്കിൽ ആ സ്കീമിൽ നിന്ന് അദ്ദേഹം പിന്മാറണം. അങ്ങനെയാണ് CPI അവകാശപ്പെടുന്നത്. അല്ല, CPI അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ CPI സറണ്ടർ ചെയ്യണം. ഏത് വരും നമുക്ക് കണ്ടറിയാം.